Welcome to MAPRA YouTube News. എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. എന്നെ വർഗീയവാദിയാക്കി NSSനെയും SNDPയെയും തെറ്റിച്ചത് ലീഗ്. തുറന്നടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. താനൊരു മതത്തിനും വിരോധിയല്ലെന്നും എല്ലാ മതവിഭാഗങ്ങളുമായും നല്ല ബന്ധമാണെന്നും വെള്ളാപ്പള്ളി. താൻ മുസ്ലിം വിരോധിയല്ലെന്നും എന്നാൽ തന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSSും SNDPയും തമ്മിലുണ്ടായിരുന്ന ഐക്യം തകർത്തതിനു പിന്നിൽ മുസ്ലിം ലീഗിന്റെ ഇടപെടലുകളാണെന്നും അദ്ദേഹം ആരോപിച്ചു. NSSും ഒരുമിച്ച് നിൽക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് മുസ്ലിം ലീഗ് ഭിന്നതയുണ്ടാക്കാൻ ശ്രമിച്ചത്. ഹിന്ദു സംഘടനകൾക്കിടയിൽ വിള്ളലുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് അവർ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. താൻ ഉന്നയിക്കുന്ന നീതിപൂർവമായ ആവശ്യങ്ങളെ വർഗീയതയായി വ്യാഖ്യാനിക്കുകയാണ്. പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ വർഗീയവാദിയായി മുദ്രകുത്താൻ സംഘടിതമായ നീക്കം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഒരു മതത്തിനും വിരോധിയല്ലെന്നും എല്ലാ മതവിഭാഗങ്ങളുമായും നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. പണ്ടുതൊട്ട് തന്നെ SNDP ഉയർത്തിയ വലിയൊരു ആശയമാണ് നായാടി തൊട്ട് നമ്പൂതിരി വരെ ഉള്ള സമുദായത്തിൻ്റെ ഒരു കൂട്ടായ്മ. ഒരു സമുദായത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചുപറ്റാനല്ല, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനല്ല. ആ കൂട്ടായ്മ അനിവാര്യം. മറ്റ് സമുദായങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് അത് നന്നാകുമ്പോൾ ഈ വിഭാഗവും ഈ ഹിന്ദു വിഭാഗങ്ങളും ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല. അനുയായികൾക്ക് ആ തൃപ്തിയല്ല. ആ അനുയായികളായ ആളുകളെല്ലാം തന്നെ യോജിപ്പ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു. നിർഭാഗ്യവശാൽ അത് പിന്നാലെ ആ യോജിപ്പ് വിയോജിപ്പായി മാറി. അത് മനഃപൂർവ്വമല്ല, അവിടെ കൊണ്ട് ഞങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ്. അതിൽ പ്രധാന ഘടകം സംവരണമാണ്. ഈ സംവരണം എന്നുള്ള വിഷയത്തിൽ എന്നെ മുൻനിർത്തി അന്ന് ലീഗ് നേതൃത്വം പുറകിൽ നിന്നുകൊണ്ട് ഈ സംവരണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം കേരളത്തിലും ഇന്ത്യയിലും പല മേഖലകളിലും പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ധർണകളും എല്ലാം നടത്തിക്കുവാൻ SNDP യോഗത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടും മുസ്ലിം നേതൃത്വങ്ങളും അനുയായികളും ലീഗും പിൻബലം നൽകിക്കൊണ്ടും ഒരുപാട് സമരങ്ങളെല്ലാം നടത്തി. അപ്പോഴെല്ലാം തന്നെ ഈ നായർ ഈഴവ ഐക്യം എന്നുള്ള ആ ആശയത്തോട് ലീഗ് വളരെ അസംതൃപ്തിയും അതിനെതിരായ നിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങളും ആ യോജിപ്പ് സമൂഹത്തിന് നല്ലതല്ല എന്ന് അവർ സവർണ ഫാസിസ്റ്റുകളാണെന്നും സവർണാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നും ചാതുർവർണ്ണ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം ഉപദേശിച്ചു. നമ്മൾ പിന്നോക്കക്കാരായ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്നും സംവരണ സമുദായക്കാരായ നമ്മളെല്ലാം ഒന്നിച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വളരെ നാളുകൾ ഞങ്ങൾ നയിച്ചു. പ്രത്യേകിച്ച് വന്ന് LDFിൻ്റെ ഭരണകാലമാണ്. ആ LDFിൻ്റെ ഭരണകാലം കഴിഞ്ഞ് അവരെ ഇറക്കി നമ്മുടെ ഭരണം വരുമെന്ന്, അന്നിതെല്ലാം നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരിഹാരമുണ്ടാകുമെന്നും എല്ലാം ഉറപ്പ് വന്നുകൊണ്ടാണ് മുൻപോട്ട് പോയെങ്കിലും ഭരണം പോയി. UDF ഭരണത്തിൽ വന്നു, LDF പോയി. പക്ഷേ അന്ന് ഉന്നയിച്ച ഒരു കാര്യങ്ങളും സംവരണ കാര്യത്തിൽ ഒരു ചുക്കും അവർ ചെയ്യാൻ സാധിച്ചില്ല. ഇനിയൊരു സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല. ആ സാമ്പത്തിക സംവരണത്തിൽ തന്നെ ഇന്ന് വെണ്ണപ്പാളി കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രസക്തി ഇല്ലാതായി. അപ്പോൾ ഈ സംവരണം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുനടന്നു. ഞാനതിൻ്റെ പുറകെ പോയി എന്നുള്ള സത്യമാണ്. പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം എനിക്ക് മനസ്സിലായി. ചതിക്കപ്പെട്ടു. UDF ആണ് ചതിച്ചതെന്ന് ഇന്ന് ചില പത്രത്തിലുണ്ട്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ NSS SNDP ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി
ലീഗ് നേതൃത്വമാണ്. ലീഗ് നേതൃത്വം ആണ് NSSനെ SNDPയെ തമ്മിൽ തെറ്റിക്കുന്നത് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു. അപ്പോഴും അവരെല്ലാം യോജിച്ചു നിന്നുകൊണ്ട് ഭരണത്തിൽ വന്നിട്ട് ഒരു പരിഗണനയും തന്നില്ല. അവർ തന്നെ ഇപ്പോൾ പറഞ്ഞില്ല, കോളേജിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തില്ല. പിന്നെ അപേക്ഷ കൊടുത്ത് ഞന്നിട്ടാണ് അവർ ഒരെണ്ണം തന്നല്ലോ ഞങ്ങൾക്ക്. ഞങ്ങൾ എല്ലാ കൊല്ലം പുൽപ്പള്ളിയിൽ കൊടുക്കാറുണ്ടല്ലോ, എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുക്കാറുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കൊടുക്കാറുണ്ട്, അത് ഫീസ് കെട്ടി വെക്കാറുണ്ട്. ഇതെല്ലാം നോക്കും, വരും, പരിശോധിക്കും, പോകും. ഇങ്ങനെ അവഗണനകൾ മാത്രം അനുഭവിച്ചുകൊണ്ട് വന്ന് ഇന്ന് എവിടെ എത്തി? ഇന്ന് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം മാത്രമല്ല, നായാടി തൊട്ട് ഇന്ന് നസ്രാണികൾ വരെയുള്ള ഇവിടെ ഒരു യോജിപ്പ് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെത്തി. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നും, മുസ്ലിം സമുദായത്തിന് വിരോധമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മലപ്പുറത്തെ എൻ്റെ സംസാരത്തെ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും എന്നൊരു വർഗീയവാദിയാക്കി മാറ്റി. അതിന് വ്യക്തമായ എൻ്റെ വ്യക്തത വരുത്തി. ഞാൻ മുസ്ലിം സമുദായത്തോട് സഹോദര തുല്യം സ്നേഹിക്കുന്നു. അവരുടെ മുസ്ലിം ലീഗിനെയാണ് ഞാൻ അവരുടെ വർഗീയ സ്വഭാവത്തെ പറ്റി എതിർത്തത്. എന്നിട്ട് എന്നെ വർഗീയവാദിയാക്കിയാണ്, ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വർഗീയത ആരിലാണ് ഉള്ളത്? ശ്രീനാരായണ പ്രസ്ഥാനം കേരളത്തെ എമ്പാടും ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വതും സോദരത്തേന, ആ സോദര ചിന്ത എന്നും പ്രചരിപ്പിക്കുകയും പറയുകയും അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈഴവ സമുദായം, ശ്രീനാരായണ പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഇവിടെ ഒരു കലഹമില്ലാത്തത്. ഇടതുപക്ഷം വന്നതിൽ പിന്നീട് ഇവിടെ ഒരു വാറാട് കലാപം ഉണ്ടായില്ലല്ലോ. അത് മുമ്പ് എന്തെല്ലാം കലാപം ഉണ്ടായി? ഇതെല്ലാം നിങ്ങളൊന്ന് ഓർക്കണ്ടേ. ഇതൊന്നും ഞാൻ പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട്, സതീശൻ. ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയമാണ്. അതിന് തക്ക മറുപടി കാന്തപുരം തന്നെ കൊടുത്തിട്ടുണ്ട്. കാന്തപുരം കൂടി യോഗത്തിലും തൻ്റെ സ്വസിദ്ധമായ വർഗീയത അവിടെ എനിക്കെതിരെ പറഞ്ഞപ്പോൾ കാന്തപുരം ശാസിച്ചു, പരസ്യമായി പറഞ്ഞു, ഈ വേദി രാഷ്ട്രീയക്കാർക്ക് പരസ്പരം അതൊക്കെ വർഗീയത പറയാനുള്ളതല്ല എന്ന് സതീശന് പരസ്യമായി അദ്ദേഹം താക്കീത് ചെയ്ത് പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിക്കണം. മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആന്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, രമേശ് ചെന്നിത്തല പറയട്ടെ, അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയേക്കാൾ എത്രയോ സീനിയറായ ആളുകളാണ്. അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. ഇതെല്ലാം പറയട്ടെ. വേണുഗോപാലുണ്ട്, സതീശനുണ്ട്, നമ്മുടെ AK ആന്റണിയുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്നും ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകര അതെയാണ്. നിങ്ങളിവിടെ കാറ്, ഞാനെന്നെ കാറ് കിട്ടില്ല, എന്നെല്ലാം ഉത്തരം ഞാൻ സുബാനന്ദ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോൾ കിട്ടിയില്ല. അദ്ദേഹം നല്ലൊരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞപ്പോൾ എന്താണ്, ഈ കാലഘട്ടത്തിൽ യോജിപ്പ് അനിവാര്യമാണെന്നും ഇതുപോലുള്ള കാറിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഉപദേശ രൂപത്തിൽ ആ മാന്യൻ പറഞ്ഞുവെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചിന്തയും ഭാവനയും എവിടെ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്കിലും ഇവർക്കൊക്കെ ഉണ്ടായാൽ നല്ലത്. ധ്രുവീകരണമാണ്. ഞങ്ങൾ ഒന്ന് യോജിച്ചു പോയാൽ ഇവിടെ ഈ രാജ്യത്ത് സുനാമി സംഭവിക്കുക. എന്താണ് ബാക്കിയെല്ലാവരും യോജിച്ചെങ്കിൽ ഞങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് വിഷമം? യോജിക്കേണ്ടവർ യോജിക്കേണ്ട സമയത്ത് യോജിച്ചേ തീരും. അത് നീതിയുടെ ഒരു നിയമമാണ്. കാലഘട്ടത്തെ ആ ഇന്നത് സ്വീകരിക്കാൻ അതിൻ്റെ ഉൾവിളി ഇന്നുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് തോന്നാനും എനിക്കിങ്ങനെ തോന്നാനും സമൂഹം അത് രണ്ടു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ജനം ആഗ്രഹിക്കുന്ന ഒന്നായി മാറി എന്നുള്ളത് കൊണ്ട് തന്നെ
തീർച്ചയായും ഞങ്ങളുടെ ദൗത്യതാണല്ലോ. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, അതിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അതിൻ്റെ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്ക് വളരെ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്താത്തത്. ഈ 21-ാം തീയതി ഔദ്യോഗികമായ ചർച്ച ഞങ്ങൾ കേരളത്തിലുള്ള ഇന്ത്യയുള്ള മുഴുവൻ ഞങ്ങളുടെ നേതാക്കന്മാരോട് വിളിച്ചിട്ട് അവരിൽ നിന്നുള്ള അംഗീകാരം വേണ്ടിയിട്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നുള്ളതിനെ പറ്റി ഞങ്ങളൊരു ധാരണ തീരുമാനം ഉണ്ടാകും. വി.ഡി. സതീശനല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ ചോദിക്കട്ടെ, വേണുഗോപാല് ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയുന്നുണ്ടോ? എന്നെ കാറിക്കേറ്റ് തെറ്റായിപ്പോയെന്ന് പറയുന്നുണ്ടോ? അതുപോലെ ഏറ്റവും സീനിയറായ ഇവിടെ രമേശ് ചെന്നിത്തലയുണ്ട്. അവരൊക്കെ എത്രയോ സീനിയറും രാഷ്ട്രീയത്തിൽ ഒരുപാട് പക്വതയും മാന്യതയും പുലർത്തുന്ന മാന്യന്മാരാണ്. അതുപോലെ A.K. ആന്റണി ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ. A.K. ആന്റണി കാറിക്കേറ്റ് തെറ്റായിപ്പോയി എന്ന് പറയാറുണ്ടോ? അതുപോലെ എന്നെ ടാർഗറ്റ് ചെയ്ത് ഞാനൊരു വർഗീയവാദിയാണ് എന്ന് അവരാരെങ്കിലും പറയുന്നുണ്ടോ? ചോദിച്ചാൽ ഇന്ന് മുസ്ലിങ്ങളെ ഭയന്നാണ് ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത്. ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളവരും കേരളത്തിന് വെളിയിലുള്ളവരും വന്നുള്ള ഒരു നിവേദനങ്ങൾ അവിടെ ഒന്നിച്ച് പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു. കാരണം നിലപാട് എൻ്റെ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ. നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നമില്ല. 2 പ്രാവശ്യം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഭരിച്ചു. 3ാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും കാണിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ചിലതുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. Thank you.